നമ്മുടെ നാട്ടിൽ ഈ ഉപഭോക്തൃ നിയമങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഒരാളെ നമ്മൾ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പ്രോമിസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കൃത്യമായിട്ട് കൊടുക്കണം. പക്ഷേ റെയിൽവേക്ക് ഇതൊന്നും വിഷയമല്ല. ഞാൻ ചെന്നൈയിൽ നിന്ന് തൃശ്ശൂർക്ക് പോകാനുള്ള സ്ലീപ്പർ ടിക്കറ്റ് എടുക്കുമ്പോൾ മിക്കവാറും വെയിറ്റിംഗ് ലിസ്റ്റ് ആവും. പിന്നെ ആൾക്കാർ ക്യാൻസൽ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ടിക്കറ്റ് RAC ആവും. അത് കഴിഞ്ഞ് വീണ്ടും ആൾക്കാർ ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മുടെ ഈ RAC ടിക്കറ്റ് കൺഫേം ആവും. ഇതിൽ ഈ RAC എന്ന് പറയുന്നതാണ് പ്രശ്നം. നമ്മൾ കിടന്നുറങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫുൾ ബെർത്ത് ബുക്ക് ചെയ്യുമ്പോൾ ഇവർ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ രണ്ടാൾക്ക് ഒരു സീറ്റ് വെച്ച് കൊടുക്കും. അപ്പോൾ ഈ ഉറങ്ങാനുള്ള ഈ ഒരു സീറ്റ് രണ്ടാൾ കൂടി ഷെയർ ചെയ്യണം. അപ്പോൾ കിടന്നുറങ്ങൽ നടക്കില്ല. നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് യാത്ര ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുക്കൊക്കെ ആവും ചിലപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ലേശം ഉളുപ്പുണ്ടെങ്കിൽ പകുതി കാശ് തിരിച്ചു കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു മര്യാദ. ഞാനിപ്പോൾ ഒരു കടയിൽ പോയിട്ടൊരു മസാല ദോശയ്ക്ക് പൈസ കൊടുത്ത് ടോക്കൺ എടുത്ത് ഞാൻ മസാല ദോശ കഴിക്കാതിരിക്കുമ്പോൾ പക്ഷേ അവിടെ മസാല ദോശ കഴിയാറായി. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, മസാല ദോശ ഓർഡർ ചെയ്ത് രണ്ടാൾക്ക് ഒരു മസാല ദോശ വെച്ച് പകുതിയാക്കി കൊടുക്കും. രണ്ടാളിലും വിശപ്പ് മാറിക്കോട്ടെ, നല്ല കാര്യമല്ലേ. പക്ഷേ പകുതി പൈസ തിരിച്ചു തരും. പക്ഷേ റെയിൽവേക്ക് അത് പറ്റില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ലേശം ഇത്തിരി ഉളുപ്പുണ്ടെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കും.